ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ 13ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് നിങ്ങളുടെ വോട്ടുകൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ കയറി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം ഈ ഒരു വീക്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്നാണ്, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് ആരാണെന്നാണ്. ഈ പ്രാവശ്യം ഒന്നിലധികം കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകും എന്നാണ് ഇപ്പോൾ ഒരു ന്യൂസ് നമുക്ക് കിട്ടിയത്. എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കത് ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ കണ്ടറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകാനുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് 7 കണ്ടസ്റ്റൻസ് ആണ് വന്നത്. അതായത് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ നൂറെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അനീഷ്, അനുമോള്, ഷാനവാസ്, ആദില, അക്ബർ, നേവിൻ, സാബുമാൻ, ഇവർ 7 പേരും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പേടിക്കേ വേണ്ടാത്ത കുറച്ചധികം കണ്ടസ്റ്റൻസ് ഉണ്ട്. അത് നമ്മുടെ പറയുന്ന അനീഷ്, അനുമോള്, ഷാനവാസ്, ഇവർ 3 പേരും തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യം ആലോചിക്കേ വേണ്ട. കാരണം അത്രയേറെ ജനങ്ങളുടെ സപ്പോർട്ടുള്ള 3 കണ്ടസ്റ്റൻസ് ആണ് അനീഷും, അനുമോളും, ഷാനവാസും. അപ്പോൾ ഇവർ ഓൾറെഡി സേഫ് ആയിട്ടുണ്ട്. നമ്മുടെ അൺഒഫീഷ്യൽ സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വ്യക്തമായിട്ട് ഇവരുടെ ഭൂരിപക്ഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി കുറച്ച് ഡേഞ്ചർ സോണെന്ന് കുറച്ച്, അതായത് സേഫ് അല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ആദില. എന്തും സംഭവിക്കാവുന്ന ഒരു മെത്തേഡിൽ തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ടിക്കറ്റ് ടു ഫിനാലെ കിട്ടി നൂറ നേരിട്ട് ഈ പറയുന്ന ഫിനാലെ വീക്കിലേക്ക് പോയതുകൊണ്ട് തന്നെ നൂറയുടെ സപ്പോർട്ട് ആദിലക്ക് കിട്ടുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആദിലക്കും ഈ പറഞ്ഞ പോലെ ടോപ്പ് 5 ലിസ്റ്റ് വരെയൊക്കെ വരാൻ പറ്റും. ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും സാധിക്കും. പിന്നീട് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അക്ബർ ഖാൻ, സാബ്മാൻ, നേവിൻ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് നെവിനും സാബുമാനും ആയിരിക്കും. കാരണം ഇവർക്ക് 3 പേർക്കും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ജനങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവുള്ള കണ്ടസ്റ്റൻസ് ആണ്. നമ്മൾ ഈ പറയുന്ന സാബുമാൻ്റെ ഒക്കെ കേസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. അതുപോലെ തന്നെ നെവിനും അക്ബറൊന്നും അധികം ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത ഗെയിമേഴ്സ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കിൽ ഇവർ 1-2 പേര് പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒന്നില്ലെങ്കിൽ സാബുമാനും നെവിനുമായിരിക്കും പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സാബുമാനും അക്ബറുമായിരിക്കും പുറത്തേക്ക് പോകുന്നത്. എന്തായാലും നോക്കാം. ഒന്നിലധികം എവിക്ഷൻസ് ഈ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിന് വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം 10 എപ്പിസോഡുകൾ മാത്രം ഇനി ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരോ കണ്ടസ്റ്റൻസ് നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ഏറ്റവും അവസാനം 5 കണ്ടസ്റ്റൻസ് മാത്രം ബാക്കിയാവും. ടോപ്പ് 5 ലിസ്റ്റ് വീഡിയോ നമുക്ക് ഒന്നുകൂടി ഇറക്കാം കേട്ടോ. കാരണം ടോപ്പ് 5 ലിസ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചില കറക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കത് ഒന്നുകൂടി നോക്കാം. എന്തൊക്കെയാണെങ്കിലും അത് വിട്. ഇപ്പോൾ ഈ ഒരു ഫിനാലെ വീക്കിലേക്ക് പോകുന്ന ഈ ഒരു എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഏറ്റവും അധികം സാധ്യതയുള്ള 3 മത്സരാർത്ഥികളാണ് ഈ പറയുന്ന അക്ബറും സാബുമാനും നേവിനും. ഇവർ 3 പേർക്കുമാണ് ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ സപ്പോർട്ട് കുറവ് നിൽക്കുന്ന മത്സരാർത്ഥികൾ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ നാളെ ലാലേട്ടൻ വരുന്നതായിരിക്കും. നാളെ ലാലേട്ടൻ രാവിലെ മുതൽ ഉച്ചവരെ, നാളെ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉച്ചവരെയും ശനിയാഴ്ചയിലത്തേക്കുള്ള വീക്കെൻഡ് എപ്പിസോഡുകളായിരിക്കും ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ ഉച്ച മുതൽ വൈകുന്നേരം വരെ സൺഡേയിലേക്കുള്ള വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വോട്ടിംഗ് സൈറ്റുകളൊക്കെ ഇന്ന് രാത്രി 12 മണിക്ക് ക്ലോസ് ആവുന്നതായിരിക്കും. ഇനി വോട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള വോട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ടുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന കാര്യമാണ് ബിഗ് ബോസ് ഫേവറേറ്റിസം കാണിച്ചു, ബിഗ് ബോസ് തട്ടിപ്പ് കാണിച്ച് പുറത്താക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ കൃത്യമായിട്ട് ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റിന് വോട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും കിട്ടേണ്ട സ്ഥാനം കിട്ടാതെ ഒരു കണ്ടസ്റ്റന്റിന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും നിങ്ങൾ കൊടുക്കുന്ന അതേ സപ്പോർട്ട് കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടണം, വോട്ട് ചെയ്യണം. എല്ലാവരും കൃത്യമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്